ഇടിയപ്പവും ചിക്കൻ സ്റ്റൂവും വളരെ സ്വാദിഷ്ടമായൊരു കോമ്പിനേഷനാണല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി. ഈ ക്രിസ്മസ് കാലത്ത് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കി നോക്കൂ. ചിക്കൻ സ്റ്റൂവിന് ആവശ്യമായ മസാല ഞാനൊന്ന് ഒരു ഇടികല്ലിലിട്ട് ഒന്ന് ഇടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഏലക്ക ഒരു 5 വരെ ആകാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇടിച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. വല്ലാതെ പൊടിഞ്ഞു പോവുകയില്ല, നല്ലോണം ഒന്ന് ക്രഷായി കിട്ടും. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മസാലകൾ അത് ഒരുപാട് കൂടുതലോ കുറവോ ഒക്കെ ആയാൽ ഉദ്ദേശിച്ച സ്വാദ് കിട്ടില്ല. കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. മസാല ആവശ്യത്തിന് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ഈ പാൻ ചൂടാകുമ്പോൾ അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റൂ ഒക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് സ്വാദ്. ഓയിലാണെങ്കിൽ അത്രയും സ്വാദ് കിട്ടില്ല. എണ്ണ ചൂടാവുമ്പോൾ ഈ മസാലകളെല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ മസാലകളെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരല്പം കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. അതെല്ലാം അവനവൻ്റെ ആവശ്യം പോലെ എടുക്കാം. വെളുത്തുള്ളിയേക്കാളും ഇഞ്ചി ആയിരിക്കണം കൂടുതൽ ചേർക്കേണ്ടത്. എല്ലാം കൂടി നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ്. സവാള ചെറുതാണെങ്കിൽ 2 വരെ ഉപയോഗിക്കാം. ഇതും നല്ലപോലെ ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, നല്ലപോലെ ഒന്ന് വാടി വന്നാൽ മതി. ഈ ചിക്കൻ സ്റ്റൂവിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഞാനൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കളർ മാറാതിരിക്കാനാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ചെറിയ പീസസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം ചിക്കൻ പെട്ടെന്ന് വേവുമല്ലോ, അതിനൊപ്പം വെന്ത് കിട്ടാനാണ്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 300 ഗ്രാം ചിക്കനാണ്. ഈ ചിക്കനും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2ാം പാലിലാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ തേങ്ങ ചിരവി പിഴിഞ്ഞെടുത്ത പാലല്ല, റെഡിമെയ്ഡ് ആയിട്ടുള്ള 2ാം പാലാണ് ഉപയോഗിക്കുന്നത്. ഒരു 3 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്താണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. സാധാരണ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്ന അതേ സ്വാദ് തന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിക്കുമ്പോഴും കിട്ടുന്നുണ്ട്. ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചിക്കൻ വളരെ ചെറിയ പീസസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് മാക്സിമം മതിയാവും. അതിനുള്ളിൽ വെന്ത് കിട്ടും. ഇതിവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് കുഴയ്ക്കാം. കുഴയ്ക്കുക എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ച് തിരുമ്മി കുഴയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. 2 കപ്പ് അരിപ്പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഞാൻ പത്തിരി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. 2 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ. ഇപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല, പാൻ വെറുതെ അടുപ്പിൽ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമുള്ളൂ. വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചൂടുള്ള മാവ് കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാം. ഇപ്പോൾ അരിപ്പൊടി നല്ലപോലെ കലങ്ങി വന്നിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഒട്ടും കട്ടയില്ല,
അരിപ്പൊടി നല്ലപോലെ വെള്ളത്തിൽ കലങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഇതുപോലെ ചെറുതായി കട്ട പിടിച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക, ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതുവരെ ഫുൾ ഫ്ലെയിം തന്നെ ഇരുന്നോട്ടെ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. മറ്റേ അടുപ്പിൽ ചിക്കൻ വേവുന്നുണ്ട്. ചിക്കൻ ഇപ്പോൾ ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്തോ എന്നറിയാനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പീസ് എടുത്ത് നോക്കിയാലും മതി. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിക്കനും വെന്തിട്ടുണ്ടാവും. ചെറിയ പീസുമായിരുന്നു. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ്സോളം ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒന്നാം പാൽ ഉണ്ടാക്കിയത് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയതാണ്. ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരല്പം കൂടി കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ റെഡിയായി. ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ട്. ആവശ്യത്തിന് എരിവും മസാലയുടെ ടേസ്റ്റും എല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. മാവ് ഇവിടെ ഞാൻ ചെറിയ തീയിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ദാ കട്ട പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ കൊഴുക്കട്ടയ്ക്കാണെങ്കിലും ഒക്കെ ചെയ്യാവുന്നതാണ്. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. മാവ് ദാ കൂടുതൽ കട്ടിയായി തുടങ്ങി. ഇതുപോലെ ആയി കിട്ടണം. വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകത്തിന് കിട്ടണം. ഇനി തീ ഓഫ് ചെയ്യാം. ഉടനെ തന്നെ പാനിൽ നിന്ന് മാറ്റുകയും വേണം. ഇല്ലെങ്കിൽ അടിഭാഗം വല്ലാതെ ഡ്രൈ ആയി പോകും, ചിലപ്പോൾ കരിഞ്ഞും പോകും. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അതേ ടെക്സ്ചറിൽ തന്നെയാണ് ഇതും കിട്ടുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. ഇനി ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇഡ്ഡലിത്തട്ടിലാണ്. ഇഡ്ഡലിത്തട്ടിൽ ഒന്ന് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ആ കുഴി ഭാഗത്ത് മാത്രമല്ല, ചുറ്റിനും ഒന്ന് വെളിച്ചെണ്ണ പെട്ടെന്ന് നല്ലതാണ്. കാരണം നമ്മൾ സേവനാഴി ഉപയോഗിച്ചത് പിഴിഞ്ഞു വരുമ്പോൾ ഒരല്പമൊക്കെ പുറത്തും പോകാൻ സാധ്യതയുണ്ട്. ഇനി ഒരല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ഇടിയപ്പത്തിന് തേങ്ങ ഉണ്ടാവില്ല. അത് കേടാവാതിരിക്കാൻ വേണ്ടി അവർ തേങ്ങ ചേർക്കാറില്ല. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരല്പം തേങ്ങയൊക്കെ ഇട്ട് ചെയ്യാം. ഇതാ ഇടിയപ്പത്തിൻ്റെ ചില്ലൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. മാവ് നിറച്ച ശേഷം നമുക്ക് ഇഡ്ഡലിത്തട്ടിലേക്ക് ചുറ്റിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയാൽ നമ്മുടെ ഇടിയപ്പം റെഡിയാകും. എല്ലാ തട്ടിലും ഞാനൊന്ന് ചുറ്റിച്ചെടുക്കട്ടെ. ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലിറക്കി വെച്ചിട്ടാണ് ഇടിയപ്പം വേവിക്കാൻ പോകുന്നത്. അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. അതുകൂടാതെ ഞാൻ മറ്റൊരു പാത്രത്തിൽ, ഇതൊരു സ്റ്റീമറാണ്, അതിലൊരു പ്ലേറ്റ് ഇറക്കി വെച്ച് അതിലും കൂടി ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ കൂടുതൽ റെഡിയാവും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇടിയപ്പവും റെഡി. നല്ല ചൂടുള്ള ഇടിയപ്പവും അതിൻ്റെ ഉഗ്രൻ കോമ്പിനേഷനായ ചിക്കൻ സ്റ്റൂവും. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയ അതേ രീതിയിൽ തന്നെ മട്ടൺ സ്റ്റൂവും ബീഫ് സ്റ്റൂവും എല്ലാം ചെയ്യാവുന്നതാണ്. മീറ്റിൻ്റെ വേവിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒരല്പം കഴിച്ചു നോക്കട്ടെ. നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ സ്റ്റൂ ആണ്. മസാലകളുടെ ഓവർ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാൽ എല്ലാത്തിൻ്റെയും സ്വാദ് കിട്ടുന്നുണ്ട്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ദിവസങ്ങളിലെ ഒരു ഡിന്നർ ഇങ്ങനെ ആക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.